ഹായ്, നമസ്കാരം. ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ചൂടുള്ള വാർത്ത എല്ലാവരും ശ്രദ്ധിച്ചു കാണും. നമ്മുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി പാസ്സായോ ഇല്ലയോ, എങ്ങനെ അപേക്ഷ ചെയ്യാം എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഡൗട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ അപേക്ഷ കൊടുക്കണം, എന്തൊക്കെ ഡോക്യുമെന്റ് വേണം, കൃത്യമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ വേണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, സ്ത്രീ സുരക്ഷാ പദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിരാലംബരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള സ്ത്രീ ജനങ്ങൾക്കുള്ള ഒരു സഹായം, 1000 രൂപ ധനസഹായമാണ് എല്ലാ മാസവും. ഓക്കെ, അപ്പോൾ അതിന് അപേക്ഷ കൊടുക്കാൻ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, ആർക്കൊക്കെ കൊടുക്കാം, കൊടുത്താൽ എന്തായാലും കിട്ടും, ഉറപ്പാണ്, പാസ്സായി കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, എങ്ങനെയാണ് കിട്ടുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ആദ്യം ആർക്കൊക്കെ കൊടുക്കാം. 35 വയസ്സ് മുതൽ 60 വയസ്സിന് താഴെ വരെയുള്ള ആൾക്കാർക്ക് അപേക്ഷ കൊടുക്കാം. BPL പിങ്ക് റേഷൻ കാർഡ്, അതിൽ പിന്നെ മഞ്ഞ AAY റേഷൻ കാർഡ് ഉള്ള ആൾക്കാർക്കാണ് അപേക്ഷ കൊടുക്കാൻ പറ്റുക. അതോടൊപ്പം തന്നെ അപേക്ഷ കൊടുക്കാൻ എന്തൊക്കെ ഡോക്യുമെന്റ് വേണം പറഞ്ഞു. ഒന്ന്, റേഷൻ കാർഡ്, BPL അല്ലെങ്കിൽ മഞ്ഞ കളറിലെ റേഷൻ കാർഡിൽ അംഗങ്ങളായിട്ടുള്ള 35 വയസ്സിന് മേലെ, 35 മുതൽ 60 വയസ്സിന് താഴെ വരെയുള്ള ആൾക്കാർക്കാണ് കൊടുക്കാൻ പറ്റുക. ഇങ്ങനെയുള്ള ആൾക്കാർ ആരും എന്തായിരിക്കാൻ പാടില്ല, പെൻഷനോ അതിൽ പിന്നെ മറ്റു ആനുകൂല്യങ്ങളോ കൈപ്പറ്റുന്നവരെ ആവാൻ പാടില്ല. ഇപ്പോൾ വിധവ പെൻഷൻ, അതല്ലെങ്കിൽ പിന്നെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള പെൻഷനുകളോ ആനുകൂല്യങ്ങളോ കിട്ടുന്ന ആൾക്കാർക്ക് ഈ ഒരു അപേക്ഷ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ സ്ഥിര ജോലിയുള്ള ആൾക്കാർ, അതോടൊപ്പം തന്നെ കരാറടിസ്ഥാനത്തിൽ ജോലിയുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാർക്കും കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ കൊടുക്കേണ്ട ഡോക്യുമെന്റ് ഒന്നുകൂടി ഞാൻ പറയാം. ഒന്ന്, റേഷൻ കാർഡ്, പിന്നെ ബാങ്ക് പാസ്ബുക്ക്, മറ്റൊന്ന് ജനനത്തീയതി കാണിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. അത് റേഷൻ കാർഡ് എന്തായാലും ജനനത്തീയതി ഇല്ല, ആധാർ കാർഡിലെ ജനനത്തീയതി സ്വീകരിക്കില്ല. കാരണം വെച്ചാൽ അറിയാമല്ലോ, മുമ്പത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആധാർ കാർഡ് ജനനത്തീയതി കാണിക്കാനുള്ള തെളിയിക്കുന്ന ഡോക്യുമെന്റ് അല്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SSLC ബുക്ക്, അതോടൊപ്പം തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, പാൻ കാർഡ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്ന ഡോക്യുമെന്റ്. മറ്റൊരു കാര്യം, വോട്ടർ ID കാർഡ്, ജനനത്തീയതി ഫുള്ളായിട്ടുള്ള വോട്ടർ ID കാർഡും പറ്റുന്നതാണ്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ്. അതൊന്നും ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യണം, മെഡിക്കൽ ഓഫീസറുടെ കയ്യിൽ നിന്ന് ഏജ് സർട്ടിഫിക്കറ്റ് വാങ്ങണം. ഓക്കെ, അവർക്കുള്ള ഫോമും അക്ഷയയിൽ തന്നെ ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു അഫിഡവിറ്റ് ഉണ്ട്, അത് അക്ഷയയിൽ എന്തായാലും അപേക്ഷ കൊടുക്കാൻ വരുന്ന സമയത്ത് അപേക്ഷാ ഫോം ഇവിടെ ലഭ്യമാണ്. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, അത് ഫില്ല് ചെയ്ത് റെഡിയാക്കി തരും. നിങ്ങളത് സൈൻ ചെയ്ത് അതും കൂടി വെച്ച് നമ്മൾ അപേക്ഷ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒന്നും കൂടി ഞാൻ പറയാം, അതല്ലെങ്കിൽ എഴുതി കാണിക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാവും. ക്ലിയർ അല്ലേ? ഓക്കെ, ഒന്നുകൂടി പറയാം. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ് കൊടുക്കാൻ പറ്റുക. ആവശ്യമുള്ള രേഖകൾ BPL അല്ലെങ്കിൽ AY റേഷൻ കാർഡിലുള്ള ആൾക്കാർക്കാണ് കൊടുക്കാൻ പറ്റുക. പിന്നെ വേണമെന്ന് വെച്ചാൽ ജനനത്തീയതി കാണിക്കുന്ന ഡോക്യുമെന്റ് ആണ്. അത് ജനന സർട്ടിഫിക്കറ്റ്, അതിൽ പാസ്പോർട്ട്, പാൻ കാർഡ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, അങ്ങനെ എന്തെങ്കിലും ഡോക്യുമെന്റ്. ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ്. ഓക്കെ, പിന്നെ മെഡിക്കൽ ഓഫീസറുടെ സർട്ടിഫിക്കറ്റ്, ഇതൊന്ന്. പിന്നെ അതോടൊപ്പം തന്നെ ബാങ്ക് പാസ്ബുക്ക് ഞാൻ പറഞ്ഞു. നിലവിൽ ഒരു ആനുകൂല്യം ലഭിക്കാത്ത ആൾക്കാർക്ക് മാത്രമേ ഇത് അർഹതയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അങ്ങനെ ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാ ആൾക്കാരും ഇത് പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കുടുംബക്കാരുണ്ടെങ്കിൽ അവർക്കും ഇത് അപേക്ഷ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുക. തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലേക്ക് എത്രയും വേഗം ചെല്ലാൻ പറയുക. അവർ ഡോക്യുമെന്റ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ ആ ഭാഗം ക്ലിയർ ചെയ്ത് എന്ത് ചെയ്യുക, എല്ലാ ആൾക്കാർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.